നമസ്കാരം. 2014 എന്ന വർഷത്തെ പിന്നോട്ട് തള്ളി പുതുവർഷത്തെ വരവേൽക്കുന്ന പ്രേക്ഷകർക്ക് JB ജംഗ്ഷൻ്റെ ആശംസകൾ. പിന്നിടുന്ന വർഷം പലതുകൊണ്ടും സംഭവബഹുലമായിരുന്നു. JB ജംഗ്ഷൻ പ്രത്യേകിച്ചും. സമൂഹത്തിൻ്റെ വ്യത്യസ്ത ധാരയിലുള്ള പ്രമുഖർ JB ജംഗ്ഷനിൽ വന്ന് മനസ്സ് തുറന്നു. പുതുവർഷത്തെ ആനയിക്കുന്ന ഈ വേളയിൽ ചിലരുടെയെങ്കിലും ഹൃദയസ്പന്ദനങ്ങളിലൂടെ ഒരു തിരിച്ചുപോക്ക് നടത്തണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇന്നും നാളെയുമായി ഞങ്ങളുടെ ജംഗ്ഷനിൽ വന്നുപോയ ചിലരെ ഞങ്ങൾ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് ആനയിക്കുകയാണ്. ഒട്ടേറെ വിവാദങ്ങളുടെ നടുവിലാണ് കലാഭവൻ മണി എത്തിയത്. ഇല്ലായ്മയിൽ നിന്ന് അഭ്രപാളിയുടെ വെള്ളി വെളിച്ചത്തിലെത്തിയ കലാഭവൻ മണി ഭൂതകാലത്തെ ചൂണ്ടിക്കാട്ടി തന്നെ വേട്ടയാടുന്ന സമൂഹ മനസ്സിനെ വേദനയോടെ വരച്ചു കാട്ടി. നാടൻ പാട്ടും മിമിക്രിയും കൊണ്ട് സമ്പന്നമായിരുന്നു മണിയോടൊപ്പമുള്ള നിമിഷങ്ങൾ. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചോപ്പുള്ള നീങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ താങ്ക് യു സർ. ചന്ദന ചോപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടു ഞാൻ. വലിയൊരു സാമ്രാജ്യം ഉദ്ദേശിക്കുന്ന സമ്പത്തിൻ്റെ മാത്രമല്ല, അംഗീകാരത്തിൻ്റെ, ആസ്വാദനത്തിൻ്റെ, ജനങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ വലിയൊരു സാമ്രാജ്യമാണ് മണി തീർത്തത്. എന്നെ കൊച്ചിൻ കലാഭവനിലേക്ക് ഞാൻ എത്തുന്നത് തന്നെ ഓട്ടർഷ, ഞാൻ വേലായുധൻ എന്ന് പറഞ്ഞൊരു വർക്ക്ഷോപ്പുണ്ട്, അത് ഒരു പക്ഷേ ചാലക്കുടിയിലിരിക്കുന്ന ഇവിടെ ഇരിക്കുന്ന രാധയ്ക്ക് അറിയാൻ പറ്റും. രാധ ഇരിക്കേ, ഇതൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഓക്കെ. ആ മണി പറയുന്നത് മുഴുവൻ സത്യമാണെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ചാലക്കുടിക്കാരൻ രാധയെ കൊണ്ട്. തീർച്ചയായിട്ടും അതെ, എന്നെക്കുറിച്ച് എല്ലാം ചോദിക്കാം, അതിനൊരു പ്രശ്നമില്ല എന്നുള്ളതാണ്. ആ വർക്ക്ഷോപ്പിൽ എൻ്റെ ഓട്ടർഷ കയറ്റിയിട്ടിട്ടാണ് ഞാൻ കൊച്ചിൻ കലാഭവനിലേക്ക് ഞാൻ വരുന്നത്. അവിടെ വന്നപ്പോൾ ഫാദർ ആബേൽ അച്ഛൻ പറയുന്നത്, ഇങ്ങനത്തെ യൂണിഫോം ഇട്ടിട്ട് കാക്കി ഡ്രസ്സ് ഇട്ടിട്ട് മിമിക്രി കളിക്കാൻ പറ്റില്ല. അച്ഛൻ്റെ ഒരു ശൈലിയുണ്ട്, ഈ ഇങ്ങനെയുള്ള ഡ്രസ്സ് ഇട്ടിട്ടൊന്നും മിമിക്രി കളിക്കാൻ പറ്റത്തില്ല കേട്ടോ, അതൊന്ന് ഈ ഡ്രസ്സൊന്ന് മാറ്റണം. എനിക്കാണെങ്കിൽ അന്ന് ഡ്രസ്സ് വാങ്ങാൻ പോലും കഴിവില്ല. ഞാൻ ടി വിയിലൂടെ ദാരിദ്ര്യം പറയുമ്പോൾ എന്നെ ശോഭിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എൻ്റെ കഥകൾ ഞാൻ പറയുമ്പോൾ മിക്ക ആൾക്കാരും എന്നോട് എന്തിനാ ഈ ദാരിദ്ര്യം പറയണമെന്ന് ചോദിക്കാറുണ്ട്. മറ്റുള്ളവരുടെ ബാക്ക്ഗ്രൗണ്ട് ആരും നോക്കാറില്ല സാർ. പക്ഷെ പറയണ്ടേ മണി, എന്താ കാരണം വെച്ചാൽ മണിയെപ്പോലുള്ള ആൾക്കാരുടെ ജീവിതം ഒരുപാട് ആൾക്കാർക്ക് ഇൻസ്പിറേഷനാണ്, പ്രചോദനമാണ്. എന്നുവെച്ചാൽ മണിക്ക് ഇങ്ങനെ ആകാമെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങൾക്കായിക്കൂടാ? തീർച്ചയായിട്ടും. ഞാൻ ഈ അമല ക്യാൻസർ ഹോസ്പിറ്റലൊരു ചേട്ടൻ, അദ്ദേഹത്തിൻ്റെ ക്യാൻസർ വരെ മാറി എന്നുള്ളതാണ് എൻ്റെ നാടൻ പാട്ട് കേട്ടിട്ട്. അദ്ദേഹം പിന്നെ എനിക്ക് ലെറ്റർ എഴുതിയായിരുന്നു, എന്നെ വന്ന് കണ്ടായിരുന്നു, എന്നോട് പറഞ്ഞു എനിക്ക് ആകെ കിട്ടിയൊരു സമാധാനം, സന്തോഷം എന്ന് പറഞ്ഞ മണിച്ചേട്ടൻ്റെ പാട്ട് ഞാൻ ഹോസ്പിറ്റലിൽ വെക്കും. മണി, ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ നാഴികക്കല്ല. ഒരുപക്ഷെ ആ വ്യക്തിയുടെ മണിയോട് കാണിച്ച ഒരു തനതായിട്ടുള്ള സ്നേഹം, വാത്സല്യം, അല്ലെ മണി അങ്ങോട്ട് കാണിച്ചൊരു മമത, ഇതായിരിക്കാം ആ രോഗശാന്തിക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ശമനത്തിന് വഴിവെച്ചത്. പക്ഷെ എന്തായാലും ആ വ്യക്തിക്ക് വേണ്ടി നമുക്കൊരു 2 വരി അത് പാടിക്കൊണ്ട് നമുക്ക് ഈ ഇന്റർവ്യൂ ആരംഭിക്കുന്നത്. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണീ തിടുക്കം, നീ തനിച്ചല്ലേ പേടിയാകില്ലേ, കൂട്ടിനു ഞാനും വന്നോട്ടെ. മിന്നാമിനുങ്ങേ. ഈ പാട്ടാണ് അദ്ദേഹത്തിന് ഒരു രോഗശാന്തിക്ക് ഇത് കൊടുത്തത്. മണിയുടെ അച്ഛനും അമ്മയ്ക്കുള്ള ഒരു പുതുവർഷ സമ്മാനമായിരുന്നു ഈ പറഞ്ഞ എന്നെപ്പോലെ ഇങ്ങനെ ഇരിക്കുന്ന രൂപം. അതെ മണി. പക്ഷെ എൻ്റെ സമ്മാനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മയുടെ പ്രസവം നിർത്തിയിട്ടുണ്ടായതാണ് ഞാൻ. എൻ്റെ അമ്മയുടെ പ്രസവം നിർത്തിയിട്ടാണ് ഞാൻ ഉണ്ടായത്. അതെങ്ങനെയാണ് മണി അങ്ങനെ ഒരു വിദ്യ? അപ്പോൾ ആ സർക്കാർ സർക്കാരിൻ്റെ നിർത്തലല്ല, സർക്കാരിൻ്റെ ആശുപത്രി ഒന്ന് കുറിച്ചൊന്ന് ആലോചിച്ച് നോക്ക്. പക്ഷേ സർക്കാർ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഈ മണിയെ നമുക്ക് കിട്ടുമായിരുന്നു. പക്ഷെ ജനിച്ച ദിവസം കൂടി സാർ ആലോചിക്കണം. 1/1, അതായത് 1971 ജനുവരി 1-ാം തീയതി. അതൊരു പുതുവർഷ. അപ്പം എന്തെങ്കിലും സംഭവിക്കും. അല്ല, അതൊരു മിറാക്കിൾ എന്നൊക്കെ പറയില്ലേ. സർക്കാരും വൈദ്യശാസ്ത്രവും കിണഞ്ഞു ശ്രമിച്ചിട്ടും മണിയുടെ വരവിനെ തടയാൻ പറ്റിയില്ല. അത് മാനത്ത് കിടക്കുന്ന മഴയും വയറ്റി കിടക്കുന്ന കുട്ടി എപ്പോൾ വരാമെന്ന് പറയാൻ പറ്റില്ല സാർ. മനുഷ്യൻ തടഞ്ഞാലും ദൈവം തടഞ്ഞില്ല. ഇല്ല, അതാണ് മണി. ഇല്ല, ഞാൻ പറയട്ടെ സാർ, ഒരു കാര്യം ചോദിക്കട്ടെ.
ഇവിടെ നമ്മളിപ്പോൾ മതങ്ങൾ എന്ന് പറയുന്നുണ്ട്. ഹിന്ദു മതമുണ്ട്, ക്രിസ്തീയ മതമുണ്ട്, ഇസ്ലാമുണ്ട്. എല്ലാ മതത്തിൻ്റെ എല്ലാ ദൈവത്തിൻ്റെ മുമ്പിൽ പോയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക. ഈ ദൈവത്തിന് ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ? എല്ലാം നമുക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. അല്ല, നമ്മൾ പോയിട്ട് എന്നെ സഹായിക്കണേ, എനിക്ക് ചെറിയൊരു പ്രശ്നം, എന്നെ സഹായിക്കണേ. എത്രയോ ഫോമുകൾ അവിടെ കൊണ്ടു കൊടുക്കണമെന്ന് അറിയാമോ? കേരള സർക്കാരിന് കൊണ്ടു കൊടുക്കുന്ന ഫോമിനേക്കാൾ കൂടുതൽ. അല്ല മണി, ഒരു സെക്കൻഡ്, ഇത് രസകരമായൊരു ചോദ്യം. അതായത് ആശുപത്രിക്കാർ കിണഞ്ഞ് ശ്രമിച്ചിട്ടും മണിയുടെ വരവ് തടയാൻ പറ്റിയില്ല. അതായത് അമ്മയുടെ പ്രസവം നിർത്തിയെങ്കിലും അത് യഥാർത്ഥം നിർത്തപ്പെട്ടില്ല. മണി ഇങ്ങോട്ട് പുറത്തേക്ക് പോകുന്നു. എനിക്ക് പറയാൻ പറ്റില്ല, അത് എൻ്റെ അച്ഛൻ്റെ കുഴപ്പമായിരിക്കും. ചിലപ്പോൾ അച്ഛൻ്റെ കുഴപ്പമില്ല, അച്ഛൻ്റെ മിടുക്ക്. നിർത്തിയ പ്രസവത്തെ വീണ്ടും സജീവമാക്കി മണിയെ പുറത്തേക്ക് എടുക്കുന്നത് അച്ഛൻ്റെ മിടുക്കാണ്, അല്ലേ? അച്ഛൻ്റെ മിടുക്കല്ല, സർക്കാർ ആശുപത്രി നോക്കണം, അതാണ് നോക്കേണ്ടത്. അച്ഛൻ്റെ മിടുക്കല്ല അത്. പോട്ടെ, നമ്മൊരു മിടുക്ക് അച്ഛന് കൊടുത്തേക്കാം. അച്ഛൻ്റെ അമ്മയുടെയും പണിസ്ഥലമായിരുന്നു മണിയുടെ ആദ്യത്തെ വേദി. മണിയുടെ ഒരു സർഗസൃഷ്ടി, മണിയുടെ പാട്ട്, മണിയുടെ പ്രകടനങ്ങൾ, അത് ആദ്യം തുടങ്ങിയത് ഇവർ ജോലി ചെയ്യുന്ന സ്ഥലത്തായിരുന്നു. അതെ, ആ സ്ഥലമൊക്കെ ഞാൻ മേടിച്ചു, മുഴുവൻ മേടിച്ചു. ഒരു വാശിയായിരുന്നോ? വാശിയല്ല, മധുരമായ പ്രതികാരം. മധുരമായ പ്രതികാരം. ആരോടുള്ള പ്രതികാരം? ഞാൻ 5 ഉറുപ്പ്യ, എൻ്റെ അച്ഛൻ പണിയെടുക്കുന്ന സ്ഥലത്ത് 5 ഉറുപ്പ്യ സ്കൂളിൽ പോകാനായിട്ട് ഒരു ട്രൗസർ ഇട്ട് പോയി നിൽക്കുമ്പോൾ 5 ഉറുപ്പ്യ പുസ്തകം മേടിക്കാൻ വേണ്ടി, അത് മേടിക്കാൻ പോയിട്ട് എനിക്ക് തന്നില്ല അവർ. എൻ്റെ അടുത്ത് പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5 മണിയാവുമ്പോൾ നിൻ്റെ അച്ഛന് ശമ്പളം തരും, പുറത്ത് മാറി കൂലി തരും, അതുകൊണ്ട് മാറി 5 മണിക്ക് വരാൻ പറയും. പക്ഷെ ഞാനത് കൃത്യമായിട്ട് ഞാൻ അവിടെ നിന്ന് പോവുകയും ചെയ്തു. ആ സ്ഥലമൊക്കെ ഞാൻ വാങ്ങിച്ചു സാർ. ഓ മണി, ആ ഒരു പ്രതികാരമൊക്കെ അങ്ങോട്ട് തീർക്കുമ്പോൾ അന്ന് എന്താ ചെയ്യുക? അല്ല, അന്ന് എന്താ ചെയ്യാന്ന് വെച്ചാൽ വേറെ ഈ സ്ഥലമൊക്കെ ഒന്ന് ആധാരമാക്കുന്നു. അല്ല, ആധാരമാക്കുന്നതല്ല ഏറ്റവും വലിയ. അതിനകത്ത് എത്രയോ ആൾക്കാർ പണിയെടുക്കുന്നുണ്ട്, അവരുടെ കുടുംബം ഭക്ഷണം കഴിച്ച് അവർ പോകുന്നുണ്ട് സാർ. ഒരു ഗതിയിലാണ്ട് വന്ന ഞാൻ ഒരുപക്ഷെ മണിയുടെ മനസ്സിൽ അടുക്കി വെച്ചിരിക്കുന്ന ചില വികാരങ്ങളുണ്ട്. ഈ പറഞ്ഞ പോലെ മധുരമായ പ്രതികാരം എന്ന് പറയാൻ കാരണം വെച്ചാൽ മണി പതിറ്റാണ്ടുകളോളം മണി ആ ഒരു വിഷമം മനസ്സിൽ കൊണ്ട് നടന്നു. അതിൻ്റെ ഒരു സാക്ഷാത്കാരമാണ് ഈ സ്ഥലം മേടിക്കണം എന്നുള്ളൊരു തോന്നൽ. മണിയെ പണ്ട് ആൾക്കാർ പലരും ശ്രദ്ധിച്ചിരുന്നില്ല ചെറുപ്പകാലത്ത്. ആ ആൾക്കാരുടെ ശ്രദ്ധ കിട്ടാൻ വേണ്ടി മണി പല കസർത്തും ചെയ്യും. മണി ചെയ്യാത്തൊരു കസർത്തില്ല. മണി എന്താ ചെയ്യാത്തത്? ആക്ച്വലി മണി എല്ലാം ചെയ്തു. ഞാൻ മണൽ വാരാൻ പോയിട്ടുണ്ട്, വിറക് കയറാൻ പോയിട്ടുണ്ട്, വഞ്ചി കുത്താൻ പോയിട്ടുണ്ട്. അന്ന് 15 പൈസയാണ് വഞ്ചി കുത്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഇവിടുന്ന് അങ്ങോട്ട് കുത്തിയിട്ട് തൊട്ട് പുഴയുടെ അപ്പുറത്തേക്ക് കിടത്തുമ്പോൾ വഞ്ചി കുത്താൻ പോയിട്ടുണ്ട്. 15 പൈസ. കുത്തുമ്പോഴും പാട്ട് പാടിയിട്ട് കുത്തി അവിടെ 15 പൈസ കൊടുത്തിട്ട് തിരിച്ചിങ്ങോട്ട് വരും. വഴിക്കച്ചവടം നടത്തിയിട്ടുണ്ട്. എല്ലാം പറയാം. അതായത് വേലുപ്പള്ളി അമ്പലം എന്ന് പറഞ്ഞൊരു അമ്പലമുണ്ട് ചാലക്കുടിയിൽ. ആ അമ്പലത്തിൽ ഞാൻ കട്ടൻ കാപ്പി, അതായത് ചുക്ക് കാപ്പി, ഉത്സവത്തിന് അത് വിൽക്കാൻ പോയിട്ട് കാപ്പി ആരും മേടിക്കണില്ല. എന്നിട്ട് ഞാൻ കാപ്പി അവിടെ വെച്ചിട്ട്, എൻ്റെ ഭാര്യയുടെ വീടിൻ്റെ തൊട്ടപ്പുറത്താണ് ഈ വേലിപ്പള്ളി അമ്പലം എന്ന് പറയുന്നത്. അവിടെ വെച്ചിട്ട് ഊണ് കഴിക്കാൻ പൈസയില്ല. ഇത് കച്ചവടമായാലല്ലേ ശരിയാവുള്ളൂ. അതിനകത്ത് ഒരാളൊരു വൃത്തികെട്ട പരിപാടിയും ചെയ്തു. ഇങ്ങനെ തിരിക്കണതാണ്. അങ്ങനെ ഞാൻ ഈ ബോട്ടിലും കൊണ്ട് ഇങ്ങനെ നടക്കണ സമയത്ത് ഒരുത്തം വന്ന് അത് തിരിച്ചു വിട്ടു. അവിടെ കുറേ ആൾക്കാർ വെടിക്കെട്ട് കാണാൻ വേണ്ടി കിടക്കണ്ടായിരുന്നു. അതിൻ്റെ മുഖത്തേക്ക് ഈ ചുക്ക് കാപ്പി വേണ്ടിട്ട് അടി എന്ന് പറഞ്ഞാൽ അടീരെ പൊരിഞ്ഞടി. ഞാൻ പറഞ്ഞു, ചേട്ടാ എനിക്കറിയില്ല, വേറെ ഒരുത്തും തിരിച്ചു വിട്ടതാ. അത് കഴിഞ്ഞ് ഞാൻ പോയി ഭക്ഷണം കഴിച്ച സ്ഥലമുണ്ട് സാർ, ആനക്കാർക്ക് ഭക്ഷണം കൊടുക്കുന്ന സ്ഥലം. അവിടെ ആനക്കാർക്കുള്ളൂ ഭക്ഷണം. അപ്പോൾ ആനക്കാർക്കൊരു പ്രത്യേകത ഉണ്ട്. ഒരു തലയെക്കെട്ടും വേണം, പിന്നെ ഷർട്ട്, ഒരു ബനിയനൊക്കെ ഇട്ടിട്ട് വേണം പോണെങ്കിൽ. എന്നിട്ട് ഞാൻ അമ്പലത്തിൽ പോയിട്ട് ആനക്കാർക്ക് കൊടുക്കുന്ന ഭക്ഷണം ഞാൻ അവിടെ പോയിരുന്ന് കഴിച്ച് വന്നൊരാളാണ് ഞാൻ. ഇത്രയും ജോലികൾ. തുണിക്കച്ചവടം ചെയ്തിടയ്ക്ക് തുണിക്കച്ചവടം ഉണ്ടായിരുന്നു. അത് ഹാര കട്ട്പി സെൻറ്റർ, അലി ബ്രദേഴ്സ്. ഈ ബ്ലൗസ് പീസൊക്കെ ബ്ലൗസ് പീസ് സ്കൂളിൽ കൊണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ കൊടുത്തിരുന്ന ടീച്ചർമാർക്ക് ബ്രേസറായിരുന്നു. അതെ, അന്ന് വെച്ചാൽ അത് ചാവക്കാടുന്ന് മേടിക്കുക, ബ്രേസർ. പിന്നെ ക്ലിയോപാട്ര സാരി. ഇപ്പം സ്കൂളിൽ തന്നെ മണിയുടെ ഈ മോണാക്ട് മിമിക്രി വൈഭവം തുടങ്ങി. എനിക്ക് തോന്നുന്നു മിക്കവാറും മൃഗങ്ങളെ അനുകരിച്ചായിരിക്കുമല്ലോ മണി. തീർച്ചയായിട്ടും, അല്ലേ? തീർച്ചയായിട്ടും. ആദ്യത്തെ മിമിക്രി എന്തായിരുന്നു? ഫസ്റ്റ് മിമിക്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം ചെയ്തത് കൊച്ചിൻ കലാഭവനിൽ വരുന്നതിന് മുമ്പ് സ്കൂളിൽ രാധയ്ക്കൊക്കെ അറിയാം, ഞാനൊരു മുക്കുവനും ഭൂതം എന്ന് പറഞ്ഞ സാധനം കാണിച്ചിരുന്നു. അതുകൂടാണ്ട് ഞാനൊരു തൂങ്ങിച്ചാവണ ഒരു ഇത് കാണിച്ചിരുന്നു. ഒന്നുമില്ല, ഒരാൾ കെട്ടി തൂങ്ങിച്ചാവണത്. ഇപ്പം ഞാൻ ഇങ്ങനെ പിടിക്കണില്ല. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ
പക്ഷെ ആരും കണ്ണാട വെച്ച് മരിക്കാറില്ല, അതുകൂടി മനസ്സിലാക്കണം. ഇതാണ് ചാലക്കുടി പുഴ. കണ്ട, ഈ പുഴയെ വെച്ചിട്ടാണ് മണിയുടെ പല കസർത്തുകൾ നടത്തുന്നത്. എനിക്ക് തോന്നുന്നു ഇവിടെ കഴുത്തൊപ്പം നിന്നിട്ടൊരു സാധക പരിപാടി ഉണ്ടായിരുന്നു. ഞാനവിടെ പോയി കഴുത്തിനൊപ്പം പാട്ട് പാടും. അപ്പുറത്ത് ഈ പെണ്ണുങ്ങളെല്ലാവരും വരും. പെണ്ണുങ്ങൾക്കൊരു പ്രത്യേകത ഉണ്ട്, ഇങ്ങനെ അലക്കിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പോഴായിരിക്കും എൻ്റെ പാട്ട് കേൾക്കാം. അപ്പോഴെന്തായിരിക്കും അവരുടെ ഭാവം? ഞാൻ പാടുന്ന പാട്ടൊന്നും എനിക്ക് വരി അറിയില്ല. ഈശ്വരനൊരിക്കൽ വിരുന്നിനു പോയി രാജകൊട്ടാരത്തിൽ വിളിക്കാതെ ഭഗവാൻ, എനിക്കറിയില്ല, എൻ്റെ വരി അറിയില്ല. ഭഗവാനേ എന്ന് പാടുമ്പോൾ ഈ പെണ്ണുങ്ങൾ പറയും, ദേ കറുത്ത വിശ്വാസം ഇറങ്ങിയിട്ടുണ്ട് പുഴയിലേക്ക്. ഇയാളെ തല കണ്ടു കഴിഞ്ഞാൽ പോത്ത ഏതാ ഇയാളെ ഏതാന്ന് തിരിച്ചറിയില്ല, ഈ പെണ്ണുങ്ങളെല്ലാം പറയും. പക്ഷെ എന്നാലും ആ ഒരു പോത്ത്, ആ കറുത്ത പോത്ത് ഇന്ന് മലയാള സിനിമയിലും തെലുങ്ക്, തമിഴ്, കന്നഡ, മലയാളം ഒത്തിരി പാട്ടുകളും പാടി എന്നുള്ളതാണ്. ഒപ്പം പോലും അഭിനയിച്ചു. ആരാരും ആവാത്ത കാലത്ത് ഞാനന്ന് വോട്ടി നടന്നു വണ്ടി, എന്റെ കുടുംബത്തിൽ പട്ടിണി മാറ്റിയ ദൈവമാണോട്ടോ വണ്ടി. നൂറിന്റെ നോട്ടിന് രാപ്പകലില്ലാതെ നെട്ടോട്ടം ഓടിടുമ്പോൾ കിക്കർ വലിച്ചെന്റെ കൈയും നടുവും തളർത്തിയാരോട്ടോ വണ്ടി. ആരാരുമാവാത്ത കാലത്ത് ഞാനന്ന് വോട്ടി നടന്നു വണ്ടി, എന്റെ കുടുംബത്തിൽ പട്ടിണി മാറ്റിയ ദൈവമാണോട്ടോ വണ്ടി. മണി ഞാൻ കണ്ട ധീരനായ മണിയല്ല ഇപ്പൊ എന്റെ മുമ്പിൽ ഇരിക്കുന്നത്. സാറ് ചോദിക്കുന്നത് സാറിന്റെ ചോദ്യങ്ങളാണ്. ഞാൻ വീണ്ടും മണിയോട് പറയാം, ഞാനിവിടെ ചോദിക്കുന്ന ഓരോ ചോദ്യവും മണിയെ ഇഷ്ടപ്പെടുന്ന സാധാരണക്കാരായ പ്രേക്ഷകരുടെ മനസ്സിൽ വരുന്ന ചോദ്യങ്ങൾ മാത്രമാണ്. ഞാനതൊക്കെ വാരി മണിയുടെ മുമ്പിലേക്ക് സമർപ്പിക്കും. ഒരു സെലിബ്രിറ്റി ആയ എന്നെ, ചാലക്കുടിക്കാരൻ, എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് 4 കിലോമീറ്റർ അകലെ തൊട്ടടുത്തുള്ള ആളെ എന്നെ അറിഞ്ഞിട്ട് പോലും എന്നെ ലാത്തിക്ക് അടിച്ചാൽ ഞാൻ എന്താ ചെയ്യുക സാറേ? മണിയെ മർദ്ദിച്ചു. ഞാൻ ഇപ്പം പറഞ്ഞത്, ഇപ്പം പ്രേക്ഷകർ ഇപ്പം എനിക്കറിയുന്നത്, എന്നെ ലാത്തിക്ക് അടിച്ചിട്ട് എൻ്റെ ആ മുഴ എപ്പോഴും പോലും പോയിട്ടില്ല. മണിയുടെ ഇവിടെയാണ് അടിച്ചില്ല, വെറുതെ ഒരു പ്രകോപനം ഇല്ലാതെ അടിച്ചു. ഡോക്ടറായോ സാറ്? ചോദിക്കുക. മണി, ഞാൻ മണിയുടെ ഒരു ഹൃദയത്തിന്റെ ഡോക്ടറല്ലേ മണി? ഞാനൊരു കഥ പറയാം, മനുഷ്യന്മാരുടെ കുറ്റം പറയേണ്ട കഥയാ. മണി ഒരു സെക്കൻഡ് നമ്മൾ തിരിച്ചു വീണ്ടും വരുന്നതിലേക്ക്. എന്താ കാരണം വെച്ചാൽ മണിയെക്കുറിച്ച് ഒരുപക്ഷെ മണി എന്നുള്ള കലാകാരൻ്റെ പതിറ്റാണ്ടുകൾ നീണ്ടിട്ടുള്ള അഭിനയ സബരിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം, വിവാദവുമായത് മണിയുടെ ഈ ആതിരപ്പള്ളി ആ വിവാദമായിരുന്നു. ആ ആതിരപ്പള്ളി എന്ന് പറയുന്ന സ്ഥലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് തന്നെ വേറെ സ്ഥലത്ത് ഒരു പ്രശ്നം ഇല്ല എന്ന് പറയാൻ പറ്റും സാറിന്? എന്തോരം സ്ഥലങ്ങളുണ്ട്, എന്തുകൊണ്ട് ചാലക്കുടിയിൽ മാത്രം ഇങ്ങനെ ഉണ്ടായി? ചാലക്കുടി മണിക്ക് ഒരുപാട് ശത്രുക്കളുണ്ടല്ലേ? അല്ല, അത് മിത്രങ്ങളുണ്ടാവും, ശത്രുക്കളുണ്ടാവും, പറഞ്ഞിട്ടില്ല. അത് ഒരു 4 പേരോ ഒരു വിരലിൽ ഇങ്ങനെ എണ്ണാവുന്ന ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. ആനന്ദം പരമാനന്ദമാണ് എൻ്റെ കുടുംബം, ആനന്ദം പരമാനന്ദമാണ് എൻ്റെ കുടുംബം. എന്നോട് കളിച്ചവരാരും നേരായിട്ടില്ലേ, എന്നോട് കളിച്ചവരാരും നേരായിട്ടില്ലേ. എൻ്റെ കൂലത്തെ ഇത്ര താത്തിയതാരാ, എൻ്റെ കൂലത്തെ ഇത്ര താത്തിയതാരാ. അത്തിന്തോ തെയ്യാരോ തക തിന്തിമിത്താര, അത്തിന്തോ തെയ്യാരോ തക തിന്തിമിത്താര. ശ്വേത മേനോൻ എന്ന നടി നമ്മളിൽ സൃഷ്ടിക്കുന്നത് സമ്മിശ്ര ഭാവതലങ്ങളാണ്. അഭിനയത്തിലും ജീവിത വഴിത്താരയിലും ധീരമായ ചുവടുവെപ്പുകൾ നടത്തിയ ശ്വേത തൻ്റെ ജീവിത പരീക്ഷണങ്ങളിലേക്ക് ഊളിയിട്ടപ്പോൾ JB ജംഗ്ഷൻ പ്രേക്ഷകർക്കും വ്യത്യസ്ത അനുഭവമായി. ഒരു പ്രൊഫഷണലാണ് ശ്വേത, ആണ് തറല്ലി. ഈ ധൈര്യമൊക്കെ പ്രൊഫഷണൽസിൻ്റെ ഭാഗമാണ്. പക്ഷെ ശ്വേത വിചാരിക്കുന്ന പോലെ ശ്വേതയ്ക്കൊരു ധൈര്യം ഇല്ലെന്ന് ആൾക്കാർ പറയുന്നു. ഇല്ലാന്നോ? അത് എന്നെ അറിയുന്ന ആൾക്കാർക്കേ അറിയുള്ളൂ. എൻ്റെ തനി ഈ പറഞ്ഞ ഈ ധൈര്യം ഒക്കെ വെറും തട്ടിപ്പാണ്, വെറും ജാടയാണ്, പുറമോടിയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഹൈറ്റാണ്. അപ്പൊ എനിക്കൊന്നും ചെയ്യാൻ ഹൈറ്റ്, എൻ്റെ ഈ ബ്രോഡ് ഷോൾഡേഴ്സ്, എനിക്കൊന്നും പറയാൻ പറ്റില്ല. പീപ്പിൾ ഹു നോ മീ ദേ നോ ദാറ്റ് ഐ ആം എ പാവം. ശ്വേത ഇനി ഉരുത്തിരിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. ചേണിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ശ്വേത ഇപ്പോൾ സിനിമയിലോ ഉറപ്പിച്ചു. പക്ഷെ എങ്കിൽ പോലും ശ്വേതയുടെ മേഖല ഏതാണെന്ന് ശ്വേത ഇപ്പോഴും അങ്ങോട്ട് ഉറപ്പിച്ചിട്ടില്ല. യു നോട്ട് ഷുവർ വാട്ട് യു ഷുഡ് ബി. ഒരു പക്ഷേ ജീവിതത്തിൻ്റെ ഒരു ട്രാജക്ടറി എന്താണെന്ന് ഇപ്പോഴും കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യാതെ ശ്വേത ഇപ്പോഴും ഇങ്ങനെ
മുന്നോട്ട് പോവുകയാണ്. അതെയോ ശ്വേത ഉറപ്പിച്ചോ ഇതാണ് എൻ്റെ? അല്ല, ഒരു കൺഫ്യൂഷൻ സോണിലാണ്. എനിക്കിപ്പോഴും അറിയില്ല, ലൈക്ക് സ്പെഷ്യലി ഇപ്പോൾ ലാംഗ്വേജ്. ഇപ്പോൾ ഞാൻ മലയാളം പടങ്ങൾ ചെയ്യാണ്, എനിക്കിപ്പോഴും അറിയില്ല ഞാൻ മലയാളം പടങ്ങൾ ചെയ്യണോ, കൂടെ അതിൻ്റെ കൂടെ വേറെ ലാംഗ്വേജ് ചെയ്യണോ, അല്ലാതെ ഇൻ്റർനാഷണലി നോക്കണോ. ബിക്കോസ് ഓഫേഴ്സ് ഉണ്ട്, പക്ഷെ എന്താ ചെയ്യേണ്ടത്? ഒരേ സമയത്ത് എന്താ പറയുക, മെനി എഗ്സ് ഐ കനോട്ട് ഹാൻഡിൽ ഇറ്റ്. മേ ബി ഐ ക്യാൻ ഹാൻഡിൽ മാക്സിമം 1 or 2 eggs കൈൻഡ് ഓഫ് ഫീൽഡ്. അപ്പോൾ അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ സോണിലാണ്. ഒരു പക്ഷേ വിവിധ മേഖലയിൽ ശ്വേതയ്ക്കൊരു എബിലിറ്റി ഉള്ളതുകൊണ്ടായിരിക്കാൻ വേണമെങ്കിൽ ശ്വേത ഇങ്ങനെ കൺഫ്യൂഷൻ ആകുന്നു. പറയാൻ പറ്റില്ല. കോംപ്ലിമെന്റ് ആട്ടോ. Okay, thank you. Thank you. I don't know when you give me compliment. പൊക്കിട്ട് ഇടാൻ വേണ്ടിയാണെന്ന് സംശയമുണ്ട്. ശ്വേത 23 വർഷമായി മലയാളത്തിൽ. വയസ്സ് കണക്കുകൂട്ടുന്നത് ഇതൊക്കെ ശ്രീവത്സനോട് ശരിക്കും ഉള്ള വയസ്സ് പറഞ്ഞിരുന്നു. അനശ്വരം നമ്മുടെ മമ്മൂക്കയുടെ ഒപ്പമായിരുന്നു തുടങ്ങിയത് ആ ഇന്നിങ്സ്. വേണമെങ്കിൽ അങ്ങോട്ട് വേണം 23 വർഷത്തിൻ്റെ മെമ്മറിയിലേക്ക് വേണം ഞാൻ ശ്വേതയെ വേണം നയിക്കാം. 23 വർഷം. അന്ന് എത്രയായിരുന്നു തൂക്കം? എനിക്ക് തോന്നുന്നു അന്നത്തെ തൂക്കം ഇന്നത്തെ തൂക്കം പറയാൻ പറ്റില്ല. ഭയങ്കര വ്യത്യാസമാണ്. 91 കഴിഞ്ഞിട്ടും ശ്വേതയ്ക്ക് മുമ്പോട്ടായിരുന്നു ശ്വേതയുടെ ഗ്രാഫ്. 94-ലാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ മിസ് ഇന്ത്യ വരുന്നത്. 3rd റണ്ണറപ്പായി ഐശ്വര്യ, സുഷ്മിത. പക്ഷെ വലിയൊരു ലീഗിലേക്കാണ് ശ്വേത പ്രവേശിച്ചത്. പക്ഷേ അവിടെ നിന്ന് ശ്വേത ഉയരുമെന്ന് വിചാരിച്ചൊരു വഴിയിലേക്ക് ശ്വേത ഉയർന്നില്ല. അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. ബിക്കോസ് ഐ തിങ്ക് ഐ വാസ് നോട്ട് സോ പ്രൊഫഷണൽ. ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു തിരിച്ചു വരവ് എന്ന് പറയണമെങ്കിൽ 2007 തൊട്ടിട്ടാണ് ഞാൻ കുറച്ചും കൂടി സീരിയസ് ആയത് എൻ്റെ ജീവിതത്തിനെ പറ്റി. അതിന് മുമ്പേ വാട്ട് എവർ എന്താ പറയുക എൻ്റെ കരിയറിൽ നടന്നതെന്ന് അതെല്ലാം ഐ വാസ് എൻജോയിങ്, അത്രയേ ഉള്ളൂ. ശ്വേതനെ ഏറ്റവും കൂടുതൽ പ്രസിദ്ധമാക്കിയത് അന്നത്തെ ടീനേജേഴ്സിന് അടുത്ത് കാമസൂത്ര ആഡൊക്കെ. ഇന്ന് ആഡ് കാണലുണ്ടോ? പിന്നെ ശ്രീവത്സനെ കാണിച്ചു കണ്ടിട്ടുണ്ടാവും തോന്നുന്നു. ഉറപ്പായിട്ട് കണ്ടിട്ടുണ്ടാവും. പക്ഷെ അതും ഈ പറഞ്ഞ പോലെ ഒരു പൊട്ടൻ തീരുമാനമായിരുന്നോ? അല്ല, I am ready to do today also. Yeah. ഇന്ന് കാമസൂത്രയുടെ ഒരു ആഡ് തരുവാണല്ലോ ശ്വേത ചെയ്യും. ഇപ്പൊ എന്നെ കണ്ടപ്പോ കാമാം സൂത്രം ശ്രീവത്സൻ അംഗീകരിക്കും. I think he encourages me a lot. അപ്പോൾ അറിയാം ഞാൻ പ്രൊഫഷണൽ ഏത് എന്താ പറയുക തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു പ്രൊഫഷണൽ പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ. ശ്വേതയുടെ കൂടെയൊക്കെ ഇന്നിങ്സ് ബോളിവുഡിൽ ആരംഭിച്ചവരൊക്കെ ഈ പറഞ്ഞ പോലെ ബോളിവുഡ് ഇങ്ങനെ ഭരിക്കുന്ന റാണിമാരായി മാറുന്നത് കാണുമ്പോൾ ആദ്യം ശ്വേത പറഞ്ഞ മനുഷ്യസ്ത്രീയാണ്, ഞാനൊരു മനുഷ്യസ്ത്രീയാണെന്ന് പറഞ്ഞില്ലേ, സ്വാഭാവികമായിട്ടും മനസ്സിൽ ചെറിയൊരു വിഷമവും വേദനയൊക്കെ ഉണ്ടാവില്ലേ? ഇല്ല, ഞാൻ എൻ്റെ ഹസ്ബൻഡിന്റെ അടുത്ത് ഈ ടോപ്പിക് കുശുമ്പം കുന്നായ്മയൊക്കെ ശ്വേതയ്ക്കും ഇല്ലേ? ഇല്ലാത്തോണ്ടല്ലേ ഞാൻ ഇവിടെ ഇരിക്കുന്നത് നിങ്ങളുടെ മുമ്പില്. പക്ഷെ ഐശ്വര്യ റായോട് ഐശ്വര്യ എങ്ങനെ ഹൗ ഡിഡ് യു സക്സീഡ് എന്നൊക്കെ പലപ്പോഴും ചോദിച്ചിട്ടുണ്ടാവുമല്ലോ. മനസ്സിൽ ചോദിച്ചിട്ടുണ്ടാവുമല്ലോ. ഇല്ല. എനിക്ക് എന്താ പറയുക, പേരൻസ് ലൈക്ക് എൻ്റെ പേരൻസ് എന്നെ എപ്പോഴും ഈ ഒരു ഫീൽഡ് ഇന്നും ഒരു ജോബ് പോലെ മാത്രം കരുതണം എന്ന് എപ്പോഴും പറയാറുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് ഷൂട്ടിങ്ങിന് പോയാൽ എനിക്കൊരു ജോബ് ലൈക്ക് ഐ എം ഗോയിങ് ഫോർ എ ജോബ് ആൻഡ് കമ്മിങ് ബാക്ക് ടു ഹോം. ശ്വേത, അതായത് കാലം ശ്വേതയെയും പഠിപ്പിച്ചു. അതെ അല്ലേ? അതെ. പക്ഷെ ഒരുപാട് സമയമെടുത്ത് ശ്വേത പഠിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് മറ്റു പല ആൾക്കാർ 2 വർഷം കൊണ്ടോ 3 വർഷം പഠിച്ചേരും. പക്ഷെ ശ്വേത 10 വർഷം 15 വർഷം എടുത്തിട്ടാണ് പഠിച്ചത്. പക്ഷേ ഐ എം ഹാപ്പി. ഐ തിങ്ക് സ്ലോ സ്റ്റഡി വിൻസ് ദ റേസ്. ഓ, ഓപ്റ്റിമിസം കൊള്ളാം. പക്ഷേ ഓവർ ഓപ്റ്റിമിസം പാടില്ല. പക്ഷേ യു ഹാവ് ദി എബിലിറ്റി. ആ ഒരു എന്താ പറയണ്ടേ, അതിൻ്റെ അക്യൂമൻ ഉണ്ട്, എറുഡിഷൻ ഉണ്ട്, യു ആർ എബിലിയന്റ്, നാച്ചുറലി യു ആർ ചാമിങ് ഓൾസോ. ഇത് ശ്രീവത്സൻ പറയാറില്ലേ? ഇത് Srivalsan says a lot of things. ആണോ? I can't say it on channel. ഇതല്ലാതെ വേറെ ഏത് കോംപ്ലിമെന്റ്, അതായത് എ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റാത്ത ഏത് കോംപ്ലിമെന്റ് ശ്വേതയ്ക്ക് തരാറുള്ളത്? എല്ലാം യു സർട്ടിഫിക്കറ്റിന് തുടങ്ങും, എ സർട്ടിഫിക്കറ്റിൽ അവസാനിക്കും.
ശ്രീവത്സൻ ആള് കൊള്ളാട്ടോ. അതെ അതെ. പക്ഷെ ശ്രീവത്സൻ ഒരു പത്രക്കാരനാ. അതാണ് അവിടെയാണ് എനിക്ക് കുറച്ച് പേടിയുള്ളത്. പത്രക്കാരനെ അങ്ങനെ നമ്പാൻ പാടുണ്ടോ? പാടില്ല. ഇല്ല, ഭയങ്കര കള്ളനാണ് തോന്നുന്നു ശ്രീവത്സൻ അല്ലേ? എങ്ങനെ കണ്ടെത്തി ശ്രീവത്സനെ? ഇന്റർവ്യൂ ചെയ്യാൻ വന്നു. പടച്ചോനെ, എന്നെക്കാരും മുമ്പ് വന്നല്ലേ? അതെ. അതെ അതെ. അതെ, എന്താ പറയാ, പക്ഷെ 2 വർഷം കഴിഞ്ഞിട്ട് എനിക്കൊരു കാര്യം ഉണ്ടായിരുന്നു. ഫോൺ വിളിച്ചു, ഞാനാണ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തത്. അല്ല, നോ റിലേഷൻഷിപ്പ്. പിന്നെ 2008 ഞാൻ വിളിച്ചു. നമ്മളിങ്ങനെ വെറുതെ, ഞാൻ ഭയങ്കര ഇവിടെ ബിസി ആണ്ടായിരുന്നു, പക്ഷെ ഞാൻ ഫോണിൽ കുറെ സംസാരിക്കാണ്ടായിരുന്നു. സംവേഡ് ആണെന്നല്ല നമുക്ക് തോന്നി നമ്മൾ ഭയങ്കര കംഫർട്ടബിൾ ആണ് വിത്ത് ഈച്ച് അതർ. ആൻഡ് 2010 he proposed and I accepted. 2011 we got married and here I am with a baby. പെട്ടെന്നായിരുന്നു ശ്വേതയ്ക്ക് മാറ്റം. അതെ, ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ശ്വേത ഇത്ര പെട്ടെന്ന് ഒരു ഭാര്യയായി ഒരു അമ്മയായി പെട്ടെന്ന് മാറുന്നു. പട്ടപ്പടയൊക്കെ മാറി. അതെ, ആദ്യം കുറച്ച് സമയം എടുക്കാറുണ്ടായിരുന്നു എല്ലാത്തിനും. ഇപ്പൊ കാലഘട്ടം മാറിയില്ലേ, നഷ്ടപ്പെട്ട സമയം. ശ്വേതയ്ക്ക് പോലും നിയന്ത്രണമില്ലാത്ത ഒരു മേഖലയെ ശ്വേത ഒരു സിനിമയ്ക്ക് വിട്ടുകൊടുക്കണമായിരുന്നോ എന്നുള്ള ചോദ്യം വരുന്നത്. അല്ല, ബിക്കോസ് എനിക്ക് തോന്നുന്നത്, ഞാൻ കളിമണ്ണ് പിന്നെയാണ് വന്നത്. എനിക്ക് ഭയങ്കര നിർബന്ധം ഉണ്ടായിരുന്നു എൻ്റെ ഹസ്ബൻഡ് ഡെലിവറി റൂമിലുണ്ടാവണം. പിന്നെ എനിക്ക് അത് ഫുൾ എൻ്റെ ഹസ്ബൻഡ് അത് ഫിലിം ചെയ്യണമെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. ഇത് ബിഫോർ കളിമണ്ണ്. ദാറ്റ് ഈസ് കുഞ്ഞിന് ഒരു ബോണ്ടിങ്. ബിക്കോസ് ഇപ്പോൾ വരുന്ന തലമുറയ്ക്ക് എനിക്ക് എൻ്റെ പേഴ്സണൽ തോട്ടാണ്. എനിക്ക് തോന്നി ആ കുഞ്ഞിന് അറിയണം, ലൈക്ക് യുനോ വാട്ട് വി വെൻ ത്രൂ. ബോണ്ടിങ് വരണമെങ്കിൽ നമ്മൾ ഒരു യുനോ ലൈക്ക് എല്ലാം അവൾ അറിയണം. അമ്മ എന്ത് അമ്മയുടെ ആ വേദന കൊണ്ട് അമ്മ പ്രസവിക്കുന്നു, അതെല്ലാം അതെൻ്റെ ഒരു പേഴ്സണൽ ചോയ്സാണ് ഉണ്ടായിരുന്നത്. പക്ഷെ അതേ സമയത്ത് കളിമണ്ണ് വന്നപ്പോൾ അത് ഒരു സിനിമ സ്കോപ്പിൽ എന്താ പറയുക, കളിമണ്ണ് ഇറ്റ് വാസ് എ ബ്ലെസ്സിംഗ് ഇൻ ഡിസ്ഗൈസ്. ഇറ്റ് വാസ്, ഐ തിങ്ക്, ഞാൻ എപ്പോഴും പറയുന്നത് സബായിനെയാണ് അവളുടെ ഡയറക്ടർ ചൂസ് ചെയ്തത്, അല്ലാതെ ഞാനല്ല. ആരാണ് യഥാർത്ഥത്തിൽ നമ്മുടെ MG ശ്രീകുമാർ? റിയാലിറ്റി ഷോകളിലും സ്റ്റേജുകളിലും അതുപോലെ നമ്മൾ കേൾക്കുന്ന സിനിമാ പാട്ടുകളിലും ഉള്ള MG ശ്രീകുമാറാണോ യഥാർത്ഥ ശ്രീകുട്ടൻ? ബാഹ്യധാരണകൾക്ക് അപ്പുറത്തുള്ള യഥാർത്ഥ MG ശ്രീകുമാറിനെ GB ജംഗ്ഷൻ അക്ഷരാർത്ഥത്തിൽ കണ്ടെത്തുകയായിരുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരുപാട് ദശാസന്ധികളിലൂടെയാണല്ലോ ഉരുത്തിരിയുന്നത്. അപ്പോൾ ഇത് അതുപോലുള്ളൊരു കവലയാണ്, ഒരു ദശാസന്ധിയാണ്. ഇതൊരു വിഷമസന്ധിയല്ല. ഇതൊരു പക്ഷേ MGയുടെ ജീവിതത്തെ അസസ് ചെയ്യാൻ വേണ്ടിയും അതുപോലെ MGയുടെ മനസ്സിലുള്ളത് പ്രേക്ഷകർക്ക്, MGയെ സ്നേഹിക്കുന്നവർക്ക് പകർന്നു കൊടുക്കാൻ. അല്ല, അതൊക്കെ ഒരു വിധിയാണ്. വിധിയാണോ ഇത്? ഓരോ മനുഷ്യനും ഓരോ സമയത്ത് ഇന്നതൊക്കെ ഭവിക്കണമെന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വിധിയാണ് ഞാൻ ഈ JB മുക്കിൽ വന്ന് പെട്ടുപോയത്. MG പരിപൂർണമായും സന്തോഷവാനാണോ ഇപ്പോൾ? തീർച്ചയായിട്ടും 100%. ഞാൻ എവിടെയൊക്കെയോ ചില ദുഃഖത്തിൻ്റെയും ചില വിഷമത്തിൻ്റെയും ഒക്കെ ഓരോ എന്താ പറയുക തലങ്ങൾ ഞാൻ കാണുന്നുണ്ട്. ഒരിക്കലും ഒരു തലങ്ങൾ. ഞാനിപ്പോൾ MGയുടെ മനസ്സിങ്ങനെ എക്സ്റേ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ബ്രിട്ടാസിന്റെ ചോദ്യങ്ങൾ നേരത്തെ മുൻകൂട്ടി എൻ്റെ മനസ്സിൽ വന്നു കഴിഞ്ഞു. അങ്ങനെ ചിരിച്ച് എന്നെ വീഴ്ത്താം, പലരെയും വീഴ്ത്തിയ പോലെ എന്നെ വീഴ്ത്താമെന്ന് വിചാരിക്കരുത്. MG എന്നുള്ള ഗായകനെ സൃഷ്ടിച്ചത് പ്രിയദർശനാണ്. അതെ, 100%. കാരണം നമ്മൾ വന്ന ചവിട്ടുപടികൾ മറക്കരുത് ആരും. കൂലി എന്നുള്ള സിനിമയാണ് MGയെ. തീർച്ചയായിട്ടും അല്ലേ? പ്രിയദർശൻ ഡയറക്റ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള പടമാണ് കൂലി. അതിൽ അശോകനാണ് എന്നെ വിളിച്ചുകൊണ്ട് പോയി പാടിക്കുന്നത്. എനിക്കന്ന് സത്യം പറഞ്ഞാൽ തീരെ വയ്യായിരുന്നു, പനിയടിച്ച് കിടന്നൊരു സമയത്ത് എന്നെ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. 5582 എന്ന് പറഞ്ഞ ഒരു സ്കൂട്ടർ, ലാംബ്രട്ട സ്കൂട്ടറിൽ എന്നെ വിളിച്ച് ചിത്രാഞ്ജലി കൊണ്ടുപോയി. രവീന്ദ്രൻ മാഷുടെ സംഗീത സംവിധാനത്തിൽ വെള്ളിക്കൊലുസോടെ കളിയാടും അഴകെ നിൻഗാനങ്ങളിൽ ഞാനാണ് ആദിതാളം രാഗലോലേ എന്നാരാധികേ നീ ദിവ്യരോമാഞ്ചരഞ്ജിനി വെള്ളിക്കൊലുസോടെ
കളിയാടും അഴകി നിൻഗാനങ്ങളിൽ ഞാനാണ് ആദികാലം. ഇത് എഴുതിയത് അന്ന് ഞങ്ങളുടെ സ്കൂളിലെ ഇന്ദ്രൻ SFIയുടെ ഒരു വലിയ ലീഡറായിരുന്നു. അദ്ദേഹമാണ് ഈ പാട്ട് എഴുതിയത്. രവീന്ദ്രൻ മാസ്റ്റർ ഈ പാട്ട് പാടി കഴിഞ്ഞ ഉടനെ എന്നെ ഒരു വെള്ളി രൂപ എന്ന് അനുഗ്രഹിച്ചു. പ്രിയനെന്തോ MG ഒരു പാട്ടുകാരനാക്കണമെന്ന് എന്തൊരു വല്ലാത്തൊരു ആഗ്രഹമുള്ള പോലെ. ദൂരെ കിഴക്കുതിക്കിൻ മാണിക്യച്ചെമ്പഴുക്ക ഞാനിന്നെടുത്തു വെച്ചേ എൻ്റെ വെറ്റിയിലെത്താം വാളത്തിൽ. ഇത് നേരെ തിരിച്ചിട്ടാൽ ഇളയരാജ സാറിൻ്റെ ഒരു പാട്ട് വരും. മേഘം കറുക്കയിലേ വെള്ളിച്ചാമരം പൂത്തിരുക്ക്. മനസ്സിലായോ? സംഗീതം പഠിച്ചോന്നാണ് വരുന്നത്. പ്രിയനും MG തമ്മിൽ ഒരുപാട് കുരുത്തക്കടി ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട്. ചില്ലറ മോഷണം അതേ ഉള്ളൂ. ഇപ്പോഴുണ്ടോ മോഷണം? ഇപ്പം ആ പ്രായം പോയല്ലോ. നമുക്ക് പ്രായം പോയെന്ന് പറഞ്ഞാൽ ആ ഹൃദയങ്ങൾ മോഷ്ടിക്കുന്ന കാര്യം നിർത്തിയൊന്നും ഞാൻ ചോദിച്ചില്ലല്ലോ. ഇനി അതെങ്ങനെയാ? ഞാൻ പറയുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞ് പ്രായം. ഹൃദയങ്ങൾ ആർക്കാ മോഷ്ടിക്കാൻ പറ്റാത്ത? ഹൃദയങ്ങൾ എങ്ങനെ വേണേ മോഷ്ടിക്കാമല്ലോ. ഇനി എന്താ മോഷ്ടിച്ചോണ്ടിരിക്കുന്നത്? ഞങ്ങൾ പണ്ടത്തെ മോഷണം എന്ന് പറഞ്ഞാൽ കപ്പ മോഷണം. കപ്പ മോഷണം. പിന്നെ MG എൻ്റെ അറിവിൽ MG നല്ലൊരു എന്താ പറയണ്ടേ ദൈവഭക്തനാണ്. അതെ. വിശ്വാസിയല്ല, അല്പം അന്ധവിശ്വാസം കൊണ്ടുള്ള ആളാണ്. അന്ധവിശ്വാസം വലുതായിട്ടില്ല, അല്പം. അതെന്താണെന്നറിയാം, ഞാൻ വളർന്നു വന്ന ഒരു പരിതസ്ഥിതി അങ്ങനത്തെയാണ്. കാരണം ഞങ്ങൾ വിശ്വാസം അന്ധവിശ്വാസമൊക്കെ ഓരോ വ്യക്തിയാധിഷ്ഠിതമാണ്. ഞാൻ അതിലൊന്നും ഒരു അതായത് ഞങ്ങളുടെ കൊച്ചിലെ തന്നെ ഇപ്പോൾ ഒരു യാത്ര തിരിക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ ചേട്ടൻ്റെ കൂടെയാണ് ഏറ്റവും കൂടുതൽ കച്ചേരി ഞാൻ പാടിയിരിക്കുന്നത്, MG രാധാകൃഷ്ണൻ്റെ കൂടെ. അപ്പോൾ ഞങ്ങൾ യാത്ര തിരിക്കാൻ നേരത്ത് ഞാൻ നോക്കും ആരാ വരുന്നെന്ന്. അപ്പം ഈ ഒറ്റപ്പെട്ടൊരു ശൗനം വന്നു കഴിഞ്ഞാൽ പിന്നെ അത് കംപ്ലീറ്റ് പോക്കാണെന്ന് പറയും. സത്യം പറഞ്ഞാൽ അത് നല്ല സാമ്യമായിരിക്കും, പക്ഷേ അങ്ങനൊരു പഴമൊഴിയുണ്ട്. പക്ഷേ ഈ വിശ്വാസിയായിട്ടുള്ള MG പക്ഷേ അമ്പലത്തിൽ നിന്ന് മോഷണം നടത്തുന്നതിനൊന്നും പ്രത്യേകിച്ച് വിശ്വാസം തടസ്സമായില്ല. അമ്പലത്തിൽ ഞാൻ മോഷണം കാണിക്കപ്പെട്ടി എത്ര അടിച്ചു മാറിയിട്ടുണ്ട്. പ്രിയം പറഞ്ഞിട്ടുള്ള എന്നോട്. അത് എൻ്റെ വീട്ടിലുള്ള അമ്പലത്തിൽ നിന്നാണ്. എവിടെയാണ്? അമ്പലം തന്നെയാണ്. അത് വീട്ടിൽ ഞങ്ങൾ സിനിമ കാണാൻ വേണ്ടി. പ്രിയം പറഞ്ഞതെന്ന് വെച്ചാൽ എന്നെ മോഷണം പഠിപ്പിച്ചത് MG ശിവകുമാറാണ്. അവനൊരു വല്ലാത്ത പകയാണ്. അതായത് അമ്പലത്തിൽ കാണിക്കപ്പെട്ടി എന്ന് പോലും മോഷ്ടിച്ചിട്ട് ഐസ്ക്രീം മേടിക്കാമെന്നും ഐസ്ക്രീം മേടിച്ച് തിന്നാമെന്നും എന്നെ പഠിപ്പിച്ചത് MG ശിവകുമാർ. എൻ്റെ ഒരുപാട് മോശപ്പെട്ട ഗുണങ്ങൾ പഠിപ്പിച്ചു തന്നിരിക്കുന്നത് MG ശിവകുമാർ. അന്ന് പ്രിയം പറഞ്ഞിരിക്കുന്നു. നന്നായില്ലേ പ്രിയൻ? ഇപ്പോഴും പ്രിയൻ്റെ സ്ഥിതി ഒന്നും പഠിപ്പിച്ച ഗുരുവിനേക്കാളും വലിയ സ്ഥിതിയിലാണ്. അതെ അതെ. ലാലുവിന് വേണ്ടി പാടുന്ന സമയത്ത് മോഹൻലാലിനെ മനസ്സിൽ കണ്ടുകൊണ്ടോ അതോ മോഹൻലാൽ എങ്ങനെയായിരിക്കും ഇത് പാടുക എന്നോ എങ്ങനെയായിരിക്കും ഇത് അഭിനയിക്കുക എന്നോ വല്ലതും ചിന്തിച്ചിട്ടാണോ? ശ്രീ മോഹൻലാൽ എന്ന് പറയുന്ന ഞങ്ങൾ ഒരിക്കലും പരസ്പരം ഇങ്ങനെ ഞാൻ ഇതാണ് പാടാൻ പോണത് മോഹൻലാലിനെ അയ്യേ എന്ന് പറഞ്ഞ് ചിരി ഇടുന്നുണ്ട് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ മോഹൻലാലിൻ്റെ ചേഷ്ടകൾ, അതായത് മോഹൻലാലിൻ്റെ ഓരോ ആക്ഷൻസ് സ്വാഭാവികമായിട്ട് ഞാൻ പാടുമ്പോഴത്തേക്ക് എൻ്റെ മനസ്സിൽ വരും. കാരണം എൻ്റെ കളിക്കൂട്ടുകാരനാണ്. അപ്പോൾ അത് മനസ്സിൽ വരുമ്പോഴത്തേക്ക് അത് അങ്ങനൊരു വേവ് ലെങ്ത് വരും. അല്ല, അങ്ങനെ ഒരു ചേഷ്ടകൾ വരുമ്പോൾ ആ പറഞ്ഞ ശബ്ദവിന്യാസത്തിൽ ഒരു മാറ്റം വരുമല്ലോ. നമുക്ക് ഒരു എക്സാമ്പിളായിട്ട് ഇത് പറയാൻ പറ്റത്തുള്ളൂ. പാട്ടിൻ്റെ കാര്യമാകുമ്പോൾ അല്ലേ ഒരു എക്സാമ്പിളായിട്ട് പറയാൻ പറ്റത്തുള്ളൂ. വേണം പാട്ട് പാടിക്കൊണ്ട് പറഞ്ഞു. അതെ. ഇപ്പം ആഹാ വാവാ ആഹാ മനോരഞ്ജിനി എന്നൊരു പാട്ട്. ആഹാ മനോരഞ്ജിനി സുരാംഗനി സൂപ്പർ സുര സുന്ദരി നല്ല ചരിതം കഥയിന്തമയന്തിയോ കണ്വാശ്രമത്തിൻ കാവ്യശകുന്തളയോ ഒമർക്കയാമിൻ കവിത തുളുമ്പുന്ന മധുപാത്രമോ ആഹാ മനോരഞ്ജിനി എന്നല്ലേ പറഞ്ഞിരുന്നേ. ഇത് ഞാൻ മോഹൻലാലിനെ മനസ്സിൽ കാണുമ്പോഴത്തേക്ക് എനിക്ക് പ്രത്യേക തരത്തിലുള്ളൊരു വിഷ്വൽ എനിക്ക് കിട്ടും. മോഹൻലാൽ എന്തായിരിക്കും ചെയ്യാൻ പോണത് എന്നെനിക്ക് കിട്ടും. അത് കിട്ടുമ്പോഴത്തേക്ക് ഒരു ഇൻസ്പിറേഷനാണത്. നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന നമ്മുടെ സിരകളിൽ ഉണ്ടാകുന്ന ഒരു വികാരമാണ്. അപ്പോൾ അത് വരുമ്പോഴത്തേക്ക് ഈ പാട്ട് എന്നെ ഇങ്ങനെ രവീന്ദ്രൻ മാഷ് പഠിപ്പിച്ചു. ഞാൻ തിരിച്ചു പാടിയത് അഹം മനോരഞ്ജിനി സുരംഗനി സൂപ്പർ സുരസുന്ദരി നല്ല ചരിതം കഥയിന്തമയന്തിയോ കണ്വാശ്രമത്തിൻ കാവ്യശകുന്തളയോ മർക്കയാമിൻ കവിത തുളുമ്പുന്ന മധുപാത്രവോ ഓ ഓ ഓ ഓ ഓ ഓ മനോരഞ്ജിനി സുരംഗനി സൂപ്പർ സുരസുന്ദരി. ഇത് വന്നപ്പോൾ എനിക്ക് ആ കറക്റ്റായി തോന്നിയോ? കറക്റ്റായി, ലാലേട്ടനായി. ഒരു കാര്യത്തിൽ നമ്മൾക്ക് സാമ്യമുണ്ട്. MG പോലെ എനിക്കും എൻ്റെ ഭാര്യ അസ്ത്രം പോലെ പേടിയാണ്. ഇല്ല, എനിക്ക് പേടിയില്ലല്ലോ, ഞാൻ പറഞ്ഞില്ല. എനിക്ക് എൻ്റെ ഭാര്യയെ പേടിയല്ല, എനിക്ക് എൻ്റെ ഭാര്യയെ സ്നേഹമാണ്. ഓ, കൈ കൊടുക്ക. പേടിച്ചിട്ട് കാര്യമില്ല.
അന്ന് എനിക്ക് സ്നേഹമാണ്. ഭാര്യ ആണോ എം ജിയുടെ കൂടെ വരാൻ ആഗ്രഹിക്കുന്നത്, എം ജിക്ക് ഭാര്യ വരണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണോ? അതങ്ങനെ ആയിപ്പോയി. കാരണം ഞങ്ങളുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ 10-25 വർഷമായിട്ട് പിന്നെ പോകുന്നിടത്തെല്ലാം ഒരുമിച്ച് പോവുകയും അപ്പോഴത്തേക്ക് നമുക്കൊരു ഡിപ്പെൻഡൻ്റ് എന്നുള്ള ഒരു മേഖലയിൽ എത്തിച്ചേർന്നു. അതായത് ഇപ്പം ഞാൻ പോകുമ്പോഴത്തേക്ക് ഇപ്പോൾ എൻ്റെ കൂടെ എൻ്റെ വൈഫ് ഇല്ലെന്നുണ്ടെങ്കിൽ എനിക്കെന്തോ ഒരു അസ്വസ്ഥത ഫീൽ ചെയ്യും. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ എന്തെങ്കിലും ഒരു വിഷമങ്ങൾ പറയാനോ ഉണ്ടെങ്കിൽ തമാശകൾ പങ്കുവയ്ക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പുസ്തകം എടുത്ത് വന്നോ അത് ബാക്കി കാര്യങ്ങൾ നോക്കാൻ എൻ്റെ ഒരു മാനേജറെ കൊണ്ടുവരുന്നതിനെക്കാട്ടിലെ പ്രയോജനം. ഇപ്പം വളരെ എന്താ പറയേണ്ട യുക്തിഭദ്രമായിട്ട് എം ജി ആ കാര്യം സമർത്ഥിച്ചിരിക്കുന്നു. അതാണ് അതിൻ്റെ സത്യം. എം ജിയുടെ 1-2 സുഹൃത്തുക്കൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവനെ ഒറ്റയ്ക്ക് വിട്ടാൽ ഇവൻ പല വിക്രയികളും കുസൃതി കാണിക്കും, അതുകൊണ്ട് ഭാര്യ വളരെ ബോധപൂർവ്വം പോകുന്നതാണെന്ന്. ഞാൻ ആ പറഞ്ഞ ആൾക്കാരുടെ പേര് പറയില്ല, പക്ഷെ എം ജിക്ക് അറിയാവുന്ന ആൾക്കാരാണ്, എം ജിയുടെ അടുത്ത സുഹൃത്താ. അല്ലേ ഞാൻ പറയുന്നത്, അതായത് ഒന്ന് കയറയച്ചാൽ പിന്നെ എവിടെ എത്തുമെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഭാര്യ വളരെ കൃത്യമായിട്ട് കൂടെ പോകുന്നതാണെന്ന് പറയാം. ഒരു നാണയം എടുത്തു കഴിഞ്ഞാൽ 2 വശമുണ്ടല്ലോ, പറയുന്നവർ പറയട്ടെ. പക്ഷെ എൻ്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ആയിപ്പോയി. ഇപ്പോൾ അങ്ങനെ എനിക്ക് എൻ്റെ ഭാര്യ ഇല്ലാതെ ഒരു സ്ഥലത്ത് പോകുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ വയ്യ. മിനി സ്ക്രീനും ബിഗ് സ്ക്രീനും കൂട്ടിയിണക്കുന്ന പ്രധാന കണ്ണുകളിലൊന്നാണ് ആശാ ശരത്. ദീർഘകാലം നമ്മുടെ പ്രൈം ടൈമിൽ അവർ പ്രൊഫസർ ജയന്തിയായി നിറഞ്ഞാടി. അല്പം വൈകിയാണെങ്കിലും സിനിമയിലേക്കെത്തിയ ആശ അവിടെയും ശ്രദ്ധേയമായ സ്ഥാനം കരസ്ഥമാക്കി. ആശ മനസ്സ് തുറന്നപ്പോൾ ഒരു കാലഘട്ടത്തിലെ കലാകാരിയുടെ മനസ്സിൻ്റെ തുടിപ്പുകളാണ് പ്രേക്ഷകർ ശ്രദ്ധിച്ചത്. വൈകി ഓടുന്ന കേരള എക്സ്പ്രസ് ആണ് ആശാ ശരത്ത് എന്ന് ചില ആൾക്കാർ പറയുന്നത്. എന്നുവെച്ചാൽ നേരത്തെ ഓടേണ്ടിയിരുന്നു. ലേറ്റായി പോയോ? അന്ന് ബസ് കിട്ടിയപ്പം അല്ലെങ്കിൽ ട്രെയിൻ കിട്ടിയപ്പോൾ കയറിയില്ല. ഒരുപാട് തീവണ്ടികൾ ഇങ്ങനെ വന്ന് മുമ്പിൽ നിന്നു, ബസ്സുകൾ. പക്ഷേ ആശ എന്തിനു വേണ്ടിയോ ആർക്കു വേണ്ടിയോ ആരുടെയോ നിർബന്ധത്തിന് വഴങ്ങിയോ ആ ബസ്സിലൊന്നും കയറിയില്ല. ഇപ്പോൾ വരുന്ന ബസ്സുകളിലൊക്കെ അങ്ങ് കയറിയേക്കാം എന്നൊരാഗ്രഹം. അങ്ങനെയില്ല, ഇപ്പോഴും സെലക്റ്റീവാണ്. തീർച്ചയായിട്ടും ആശയുടെ ഒരു തട്ടകം നൃത്തമാണ്. അപ്പൂപ്പൻ അമ്മൂമ്മ കുടുംബം നൽകിയിട്ടുള്ള ഒരു വരദാനമാണ്, അല്ലെങ്കിൽ പാരമ്പര്യം, DNA, പെഡിഗ്രി, 10 ഗുണം 10 ഗുണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷെ ഇന്ന് നർത്തകിയുടെ അപ്പുറത്തേക്ക് ആശ പോയി കഴിഞ്ഞു. ഒരുപക്ഷെ നർത്തകി എന്നുള്ള ആശയ്ക്കാണോ സംതൃപ്തി, അഭിനേത്രി എന്നുള്ള ആശയ്ക്കാണോ സംതൃപ്തി? എപ്പോഴും എനിക്ക് ഇതുവരെയുള്ള കാര്യങ്ങളാണ് പറയാൻ പറ്റുക. നൃത്തം ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടുള്ളത്. ആശയുടെ ഈ ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്ന നൃത്തത്തിലൂടെയാണോ? നൃത്തം ചെയ്യാറുണ്ട്, യോഗ ചെയ്യാറുണ്ട്. കമലതളത്തിൽ മോനിഷ അഭിനയിച്ച ആ റോളിലേക്ക് ആശയെ ക്ഷണിച്ചിരുന്ന വളരെ പ്രധാനപ്പെട്ടൊരു പടം, വളരെ പ്രധാനപ്പെട്ടൊരു റോള്. അത് നഷ്ടപ്പെടുത്തിയതിൻ്റെ ഒരു വിഷമം എപ്പോഴെങ്കിലും മനസ്സിനെ വേട്ടയാടുന്നുണ്ട്. ആ കാലത്ത് കോളേജിൽ പഠിക്കുന്ന സമയത്താണ് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. ആ സമയത്ത് സങ്കടം തോന്നിയിരുന്നു. ചെയ്യാമായിരുന്നു, ചെയ്തിരുന്നെങ്കിൽ എന്നൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം തിരിഞ്ഞു നോക്കുമ്പം അങ്ങനെ ഒരു വേദനിച്ചതിന് അർത്ഥമില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതിന് കാരണം എന്താ വെച്ചാൽ, ഒരുപക്ഷെ ഞാൻ അന്ന് അഭിനയിച്ചു, കുറച്ച് ചിത്രങ്ങളിൽ അഭിനയിച്ചു, പിന്നീട് വിവാഹം കഴിച്ചു, പിന്നീട് ഒരു തിരിച്ചുവരവ്, അങ്ങനെയെല്ലാം നമുക്ക് കുറച്ച് കാലങ്ങൾ മാത്രമേ എനിക്ക് നിൽക്കാൻ പറ്റുള്ളായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ഇനിയുള്ള ജീവിതം, ഭർത്താവ്, മക്കൾ, ഒരുവിധം സെറ്റിൽഡാണ് ഞാൻ. സോ ഇനി അങ്ങോട്ട് അഭിനയിച്ചു തുടങ്ങിയാൽ, ഇപ്പം ഞാൻ ആലോചിക്കുകയാണ്, അഭിനയിക്കാൻ ഇപ്പോൾ കിട്ടിയ ഭാഗ്യം ഒരു മഹാഭാഗ്യമാണ്. ഇനി അങ്ങോട്ട് വയസ്സാവുന്നവരെ ഒരു 90-95 വയസ്സ് വരെ അഭിനയിക്കാമല്ലോ. അപ്പം തിരിച്ചു വരവെന്ന് പറയില്ലല്ലോ. ചെറിയ അഹങ്കാരമൊന്നല്ല ആശയ്ക്കുള്ളത്, ആഗ്രഹമാണ്, അഹങ്കാരമല്ല. ആശയെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അച്ഛനും അമ്മയും കെട്ടിച്ചു വിട്ടു. ഒരു പക്ഷേ കോളേജ് ജീവിതത്തിൻ്റെ ആ ഒരു ആഹ്ലാദവും ആ സന്തോഷവും ആരവും ഒന്നും പരിപൂർണമായിട്ട് സാംശീകരിക്കാൻ പോലുള്ള സമയം സാവകാശം ആശയ്ക്ക് കിട്ടിയില്ല. 2ാം വർഷം ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ തന്നെ എനിക്കൊന്ന് വിവാഹം നിശ്ചയിച്ചിട്ടുണ്ടാകും. അതെ, നിശ്ചയിച്ചിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ നമ്മുടെ പുതിയ തലമുറയിലെ പിള്ളേരുടെ ഭാഷ പറഞ്ഞ ചുറ്റിക്കൊളിക്കൊന്നും അവസരം കിട്ടാതെ ആശയെ പിടിച്ചു. പക്ഷെ ഞാൻ എൻ്റെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ ശേഷം ശരത്തുമായി നന്നായി ചുറ്റി കളിച്ചിട്ടുണ്ട്. 1 വർഷം ഞങ്ങൾ കണ്ടിട്ടില്ല. ആശയുടെ ജീവിതഗതിയെ മാറ്റിമറിക്കുന്നത് ആശയുടെ സഹോദരൻ തന്നെയാണ്, വേണുവാണ്. ഒരുപക്ഷെ വേണുവിന് ഇങ്ങനെ ശരത്ത് എന്നുള്ളൊരു സുഹൃത്തുണ്ടായിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ ആശയുടെ ജീവിതം വേറൊരു വഴിത്തിരിലേക്ക് പോകുമായിരുന്നു. പക്ഷേ വേണുഗോപാൽ ദൗർഭാഗ്യകരമായി
നമ്മുടെ ഈ ജീവിതത്തിൽ നിന്ന് മറന്നു. ഒരുപക്ഷെ ആശയുടെ ജീവിതത്തെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ടാവുന്നൊരു അല്ലേ, പിടിച്ചുലച്ചു. തീർച്ചയായിട്ടും. വേണുവേട്ടൻ ഇപ്പോഴും വരാറുണ്ടോ? എനിക്ക് വേൺചേട്ടൻ ഈ ലോകത്തുനിന്ന് പോയി എന്ന് ഒരിക്കലും തോന്നിയിട്ടില്ല. എപ്പോഴും എന്നെ ചേത്ത മോളു എന്നാണ് വിളിച്ചിരുന്നത്. ചേട്ടൻ്റെ മോളു എന്നുള്ള രീതിയിൽ ചേത്ത മോളു എന്നാണ് എന്നെ വിളിക്കുക. എഴുത്തിലും ഒക്കെ അങ്ങനെയാണ്. വേൺചേട്ടൻ എനിക്ക് എല്ലാ 2 ദിവസം 3 ദിവസം കൂടുമ്പോഴും എഴുതുമായിരുന്നു. അതുപോലെ എൻ്റെ മറ്റൊരു ഫ്രണ്ടിൻ്റെ കാര്യം പറഞ്ഞു, സീന. അവളുമായിട്ടും വേൺചേട്ടൻ ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്നു. അവൾക്കും എഴുതുമായിരുന്നു വേൺചേട്ടൻ. ഭയങ്കര ഒരു ചേട്ടനായിരുന്നില്ല, എന്താ പറയുക, ഒരു അച്ഛനോ ഒരു ഫ്രണ്ടോ ഒക്കെ ആയിരുന്നു വേൺചേട്ടൻ. ചെറുതിലേ എന്നോട് ചോദിക്കായിരുന്നു, നിനക്ക് എന്നെയാണോ ബാലുവിനെയാണോ ഇഷ്ടം? അപ്പം ഞാൻ പറയായിരുന്നു വേൺചേട്ടനെയാണ്, ചെറിയ കുട്ടിയല്ലേ. അപ്പം ഞാൻ പറയുന്ന ആളെ നീ കല്യാണം കഴിക്കുമോ? ഞാൻ പറയുന്ന ആളെ കല്യാണം കഴിക്കും. അപ്പം ഞാൻ പറയും കല്യാണം കഴിക്കും. എപ്പോഴും ചോദിക്കുമായിരുന്നു അങ്ങനെ, ഞാൻ പറയുന്ന ആളെ നീ കല്യാണം കഴിക്കും. ഞാൻ ഒരു വേൺചേട്ടൻ പറയുന്ന ആളെ കണ്ടില്ലെങ്കിലോ കാലില്ലെങ്കിലോ ഐ ഡോണ്ട് മൈൻഡ്, വേൺചേട്ടൻ പറയുന്ന ആളെ ഞാൻ കല്യാണം കഴിക്കും. അതുപോലെ എൻ്റെ ചേട്ടൻ പറയുന്ന ആളെയാണ് ഞാൻ കല്യാണം കഴിച്ചത്. ഞാൻ ആകെ ഒരു കണ്ടീഷനെ വെച്ചിട്ടുള്ളൂ. വേൺചേട്ടൻ്റെ കല്യാണത്തിന് എനിക്ക് പാവാട ധാവണി, അപ്പോഴും പാവാട ധാവണി എടുക്കുന്ന ആളായിരുന്നു കോളേജിലും. അത് വേൺചേട്ടന് ഇഷ്ടമായിരുന്നു അത്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് പാവടയും ധാവണി എടുത്തിട്ട് വേണുചേട്ടൻ്റെ കല്യാണം കൂടിയ ശേഷമേ ഞാൻ കല്യാണം കഴിക്കുള്ളൂ. വേണുചേട്ടൻ പക്ഷേ തിരിച്ചു, നിൻ്റെ കല്യാണം കഴിഞ്ഞിട്ടേ ഞാൻ കല്യാണം കഴിക്കും. പക്ഷേ കല്യാണം സെപ്റ്റംബർ 7 വേണുചേട്ടൻ്റെ കല്യാണവും, അവരുടെ ലവ് മാരേജ് ആയിരുന്നു എടുത്തമ്മയുടെ വേണുചേട്ടൻ്റെ. സെപ്റ്റംബർ 11 ഞങ്ങളുടെ കല്യാണം അങ്ങനെയായിരുന്നു. അതേപോലെ സെപ്റ്റംബർ 7 ഞാൻ ചെറിയ കുട്ടിയെ പാവടയും ധാവണി കൊടുത്ത് ശരത്തേട്ടനുണ്ടായിരുന്നു. നമ്മൾ അന്ന് 10-18 വയസ്സല്ലേ ഉള്ളൂ. നമ്മൾ കുട്ടികളെ പോലെ തന്നെ കല്യാണം എല്ലാം അടിച്ചു പൊളിച്ചു. 2 ദിവസം കഴിഞ്ഞ് ഞാൻ കല്യാണ പെണ്ണായി. കല്യാണം കഴിഞ്ഞ് ഏകദേശം 1 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ചേട്ടൻ ഞങ്ങളെ വിട്ടിട്ട് പോയി. ടോട്ടലി അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു പോക്കെന്നേ എനിക്ക് പറയാൻ കഴിയൂ. അല്ലാതെ മറ്റേ ആ വേർഡ് യൂസ് ചെയ്യാൻ ഞാൻ ഒരിക്കലും യൂസ് ചെയ്തിട്ടില്ല. ഇപ്പോഴും വേൺചേട്ടൻ ഉണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എന്നേക്കാൾ പലപ്പോഴും ശരത്തേട്ടൻ എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യം, വേണുചേട്ടൻ്റെ അനീതി ആയതുകൊണ്ടാണ് എനിക്ക് നിന്നെ ഇത്ര ഇഷ്ടം. 2014 മിഴിവും മികവും പകർന്ന പ്രസക്ത ഏടുകളിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. മിന്നിമറഞ്ഞ ശബ്ദരൂപവീജികൾ ഇവിടെ അവസാനിക്കുന്നില്ല. നാളെ ഇതേ സമയം JB ജംഗ്ഷൻ ബെസ്റ്റ് ഓഫ് 2014 മടങ്ങി വരും. അതുവരെ നന്ദി, നമസ്കാരം.